നിങ്ങളുടെ ഫോണിലേക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണലൈസ്ഡ് വാട്സാപ്പ് മെസ്സേജ് വന്നോ? എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വകാര്യതയുടെ വാതിൽക്കൽ സ്റ്റേറ്റ് അനുവാദമില്ലാതെ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. ശമ്പളത്തിനും സർവീസ് കാര്യങ്ങൾക്കുമായി നിങ്ങൾ സർക്കാർ സംവിധാനത്തിന് നൽകിയ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഇന്ന് വെറും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ഡാറ്റാബേസ് മാത്രമായി മാറിയിരിക്കുന്നു. ഇത് വെറുമൊരു മെസ്സേജ് അല്ല, ഇതൊരു ഡാറ്റ ക്രൈം ആണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും സേവന റെക്കോർഡുകളും കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സ്പാർക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസം DA വർധനയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം സഹിതമുള്ള PR സന്ദേശങ്ങൾ ഓരോ ജീവനക്കാരൻ്റെയും സ്വകാര്യ നമ്പറിലേക്ക് ഒഴുകിയെത്തി. ഇവിടെ ഉയരുന്ന ചോദ്യം ലളിതമാണ്. ധനകാര്യ വകുപ്പിന്റെ പക്കൽ സുരക്ഷിതമായിരിക്കേണ്ട ഈ ഫോൺ നമ്പറുകൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ PR സംഘത്തിന്റെ കയ്യിലെത്തി? ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ വാട്സാപ്പ് മെസ്സേജിങ്ങിനായി കൈമാറിയത്? ഒരു പ്രത്യേക കാര്യത്തിനായി ശേഖരിക്കുന്ന വിവരങ്ങൾ മറ്റൊന്നിനും ഉപയോഗിക്കരുത് എന്നതാണ് ഡാറ്റ പ്രൈവസിയുടെ അടിസ്ഥാന പ്രമാണം. ശമ്പള കാര്യങ്ങൾക്കായി നൽകിയ വിവരങ്ങൾ രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഡാറ്റ റീപർപ്പസിംഗ് എന്ന ഗുരുതരമായ നിയമലംഘനമാണ്. ഈ സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിച്ച ഏജൻസികൾക്ക് നിങ്ങളുടെ പേരും നമ്പറും കൈമാറിയിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ സ്വകാര്യ ഏജൻസികൾക്കോ വിദേശ കമ്പനികൾക്കോ വിറ്റുതുലച്ചിരിക്കുകയാണ് ഈ സർക്കാർ. സ്പ്രിംഗ്ലർ കേസിൽ ഹൈക്കോടതി നൽകിയ കർശന നിർദ്ദേശങ്ങളുടെ പച്ചയായ ലംഘനമാണിത്. മുഖ്യമന്ത്രി അറിയാൻ, ജനങ്ങളുടെ സ്വകാര്യത നിങ്ങളുടെ PR വർക്കിന് വിൽപ്പനയ്ക്ക് വെക്കാനുള്ളതല്ല. DA എന്നത് ജീവനക്കാരുടെ അവകാശമാണ്. അത് നൽകുമ്പോൾ പകരം അവരുടെ സ്വകാര്യത കവരുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല. കേന്ദ്രത്തിന്റെ വികസിത് ഭാരത് മെസ്സേജിനെ ഫാസിസം എന്ന് വിളിച്ചവർ കേരളത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്ത് തരം നീതിയാണ്? ഈ ഡാറ്റ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം വേണം. നമ്മുടെ സ്വകാര്യതയ്ക്ക് കാവൽ നിൽക്കേണ്ടവർ തന്നെ അത് കട്ടുവിൽക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. സ്വകാര്യത നമ്മുടെ അവകാശമാണ്. അതിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക, പ്രതിഷേധം അറിയിക്കുക.